ശോകം ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ മിഴിച്ചെപ്പിൽ വിരഹ കഥന കടൽ ഹൃദയമുരളിക തകർന്നു പാടുന്നു ഗീതം രാഗം ശോകം ഗീതം രാഗം ശോകം മിഴിച്ചെപ്പിൽ വിരഹ കഥന കടൽ ഹൃദയമുരളിക തകർന്നു പാടുന്നു ഗീതം രാഗം ശോകം ഗീതം രാഗം ശോകം മിഴിച്ചെപ്പിൽ വിരഹ കഥന കടൽ ഹൃദയമുരളിക തകർന്നു പാടുന്നു ഗീതം രാഗം ശോകം ഗീതം രാഗം ശോകം. ദേവിക ചേച്ചി, ഒരു അടിപൊളി പെർഫോമൻസ് ഒക്കെ നേരത്തെ കഴിഞ്ഞു, വേറൊരു ലുക്കിലൊക്കെ വന്നിപ്പോ മെലഡി റൗണ്ട് എങ്ങനെയുണ്ടായി? 2 റൗണ്ട്സ് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയോ? ഇല്ലാന്ന് തോന്നുന്നു. പറ്റിയതിലും നല്ല കമന്റ്സ് ഒക്കെ ആയിരുന്നില്ലേ? അതെ അതെ. ആ, പിന്നെന്താ അങ്ങനെ പറഞ്ഞേ? അറിയില്ല, ജഡ്ജസോട് ചോദിക്കും. മഞ്ജരി ചേച്ചി. ദേവിക ചേച്ചി ബ്യൂട്ടിഫുൾ ആയി പാടി. താങ്ക് യു. നല്ല സുന്ദരി ആയിട്ടുണ്ട്. ആദ്യം അത് പറയട്ടെ. നല്ല ഒരു ധാവണിയൊക്കെ ഉടുത്ത് ഭംഗിയായിട്ട് പാടി. നല്ല സോങ് സെലക്ഷൻ. ആരുടെ പാട്ടാണ്? നിന്നിഷ്ടം എന്നിഷ്ടം മൂവിയിലെ പാട്ടാണ്. മ്യൂസിക് കണ്ണൂർ രാജൻ സാറാണ്. അതാരാന്നറിയോ? ശരത് സാറിന്റെ വൈഫിന്റെ അച്ഛൻ. ശരത് സാറിന്റെ വൈഫിന്റെ അച്ഛൻ. കറക്റ്റ്. അടുത്ത് പാടിയത് KG യേശുദാസ് സർ, S ജാനകി അമ്മ. ഓക്കെ. ലിറിസിസ്റ്റ് ആരാണ്? മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സർ. ഓക്കെ. ഇതിന് മോള്
വളരെ ഭംഗിയായിട്ട് തന്നെ പാടി. തുടക്കത്തിലുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രുതി ചേരാനൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അക്ഷരങ്ങൾ എങ്ങനെയാണ് കേൾക്കേണ്ടത് അതുപോലെ കേൾക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, പാടുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് പാടുക, എന്നിട്ടത് കേൾക്കുക. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവോ ഇതെന്തോ ശരിയാവുന്നില്ല. കൂടെ അച്ഛനും അമ്മയും ആരൊക്കെയാണ് ഇരിക്കുന്നത് പാടാൻ? പാടുമ്പോൾ അമ്മയുണ്ടാവും, അപ്പനുണ്ടാവും. അപ്പോൾ അമ്മയ്ക്ക് ടാസ്ക്. ഇനി മോളുടെ അക്ഷരങ്ങൾ അമ്മ വേണം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ. അത് വാ തുറന്ന് തന്നെ പാടണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചാൽ പുഷ്പം പോലെ പാടാം. ഫ്ലവർ, ഫയർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ. നല്ല പാട്ട്, നല്ല സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ആരുടെയാ പാട്ട്? അതാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അല്ലല്ലോ അദ്ദേഹം കമ്പോസ് ചെയ്ത എല്ലാ പാട്ടുകളും വളരെ മനോഹരങ്ങളാണ്. ഒരു ഹിന്ദുസ്ഥാനി ടച്ചുള്ള പാട്ടുകളാണ് കൂടുതൽ. ബാബുക്കായൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചിരുന്ന ഒരു മനുഷ്യനാണ് രാജമാഷ്. അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് 1-2 പടമൊക്കെ കമ്പോസിങ് അസിസ്റ്റൻ്റായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇന്നൊരാളെൻ്റെ വീട്ടിലുള്ളത്. സത്യം, അത് അങ്ങനെ ഒരാളെ വൈഫായിട്ട് കിട്ടിയതിൽ അത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ. കാര്യം എന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭീകര ടാസ്ക്കാണ്. അതൊക്കെ ഇത്രയും വർഷമായിട്ട് സഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സീതയ്ക്കൊരു ഹായ്. ഞങ്ങളൊരു ഹായ് സീത ചേച്ചി. ഞങ്ങളുടെ വക ഒരു ഹായ് എന്നൊക്കെ. അയ്യോ, വളരെ അച്ഛനെന്ന് പറഞ്ഞാൽ ജീവൻ കളയുന്ന ഒരാളാണ് എൻ്റെ വൈഫ്. എന്തെങ്കിലും ഒരു ചെറിയ തോതിൽ അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അന്നത്തെ ദിവസം തീർന്ന്. അപ്പം ഞാൻ നാദങ്ങളായി നീ വരില്ല. ഞാൻ പറയാം, എനിക്ക് നിൻ്റെ അച്ഛൻ ചെയ്തതിൽ അത്ര താല്പര്യമില്ലാത്തൊരു പാട്ടായത് എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ പറയും. അടുക്കളയിലൊക്കെ പോയി പാട്ടുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയാ ശരത്തേട്ടാ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. അത് നമ്മൾ നല്ല ഉഗ്രം പാട്ട് എന്ന് പറയുന്നവരാളത് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എന്തൊക്കെയാലും ഓക്കെ, നന്നായിട്ട് പാടി. പിന്നെ എനിക്ക് ഇതിൻ്റെ എന്താ പറയുക, അതിന് കൃത്യമായിട്ട് വേണ്ട സാധനങ്ങൾ എവിടെയെന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് ഒന്ന് പാടാമോ പല്ലവി? ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ മിഴിച്ചെപ്പിൽ വിരഹ കഥന കടൽ. ഈ വിരഹ കഥനയാണെങ്കിലും എന്താണ് എങ്ങനെ പാടുന്നത്? വിരഹ കഥന കടൽ, വിരഹ കഥന കടൽ. വിരഹ കഥനക്കടലാണ്. അപ്പം അത് വേണ്ടേ അതില്? ഒന്ന് പാടാമോ? ആ വിരഹ കഥനക്കടൽ പാടിയാ മതി. വിരഹ കഥന കടൽ, കഥന കടൽ, കഥന കടൽ. മുകളിലൊക്കെ വളരെ ഈസി ആയിട്ട് പാടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു ക്വാളിറ്റിയാണ്. കിടന്ന് നിലവിളിക്കാതെ അന്തം വിട്ട്. ഇപ്പം എന്തൊക്കെയായാലും എൻ്റെ അമ്മായിയച്ഛൻ്റെ പാട്ടെടുത്തുകൊണ്ട് വന്നതിന് കുറേ സന്തോഷം. ദേവിക ആദ്യം ഏതാ പാടിയത്? മാലയും. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ആദ്യം സാറിന്റെ, ഇപ്പം സാറിന്റെ അമ്മായിയച്ഛൻ്റെ. ഞങ്ങളുടെ കുടുംബത്തിനെ വിട്ട് പോകത്തില്ലല്ലേ? എന്തായാലും കുറേ സന്തോഷം ദേവിക. താങ്ക് യു സർ. ഷാനിക. ഇവർ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് ആ ഇളം നോട്ടിന്റെ സ്ട്രക്ചറിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ശരത്തോട്ടിനോട് തന്നെ ചോദിച്ചത് എന്താണ്. കാരണം കുറെ വേരിയേഷൻസ് വരുന്നുണ്ട്, കുറെ വേർഷൻസ് കേട്ടതുപോലെ. കാരണം ടാരാ അത് കേട്ടിട്ട് ടാരാ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ കേട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഏതാണ് അതിന്റെ ഒറിജിനൽ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് എനിവേസ് ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി ദേവിക കേട്ടോ. നന്നായിട്ട് തന്നെ പാടി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. ദേവിക 8 മാർക്സ്. താങ്ക് യു ശരത് സർ. ചേച്ചി. ദേവിക ഹോംവർക്ക് ഉണ്ട് ഇപ്രാവശ്യം 7.9. താങ്ക് യു ചേച്ചി. ഷാനിക. ഓക്കെ, സോ ടോട്ടൽ 15.9. വീട്ടിൽ പോയി ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.